ഇത് കാണുമ്പം തന്നെ അറപ്പ് വരുന്നു കാണും. ഈ കുടിവെള്ളമാണ് ജില്ലയിൽ ഒരുപാട് ആളുകൾ കുടിക്കുന്നത്. ഇതിപ്പോൾ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈനേജ് നേരെ ഓപ്പൺ ആക്കുക, ഈ കുടിവെള്ള സ്രോതസ്സിലേക്കാണ് ഇതിനകത്ത് വരുന്നത്. ഈ കാര്യത്തിൻ്റെ അകത്ത് അടിയന്തര ശ്രദ്ധ നമ്മുടെ അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. ഇതിപ്പോൾ ഒരു സ്ഥാപനത്തിൽ നിന്ന് വരുന്ന പൈപ്പാണ്. ഈ പൈപ്പിലൂടെ ഇതിപ്പോൾ കല്ല് വെച്ച് ഇവിടെ അടച്ചിട്ടുള്ള ഈ പൈപ്പിൽ ഇതാ ഇപ്പോഴും ഇവിടെ വെള്ളം വന്ന് വീഴുന്ന കാണാം. ഏജനറ്റ് പരമ്പര ഇപ്പം ശരിയാക്കി തരാം വന്നെത്തിയിരിക്കുന്നത് ഇരിട്ടി ടൗണിലാണ്. ടൗൺ എന്ന് പറയുമ്പോൾ ഇരിട്ടി പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്താണ്. നഗര സൗന്ദര്യവൽക്കരണം ഇരിട്ടിയിൽ നല്ല ഭംഗിയായി മുന്നേറുമ്പോൾ മറുഭാഗത്ത് മാലിന്യ കൂമ്പാരം വന്ന് നിറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ പഴശ്ശി ജലസംഭരണി എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലെ 3/4 കുടിവെള്ള സ്രോതസ്സായി കാണുന്ന ഒരു പഴശ്ശി ജലസംഭരണിയുണ്ട്. ആ ജലസംഭരണിയിലേക്ക് പോകുന്ന വെള്ളം ഇവിടെ നിന്നാണ്. ഇത് നിങ്ങൾ ഒന്ന് കാണണം. ഞാൻ ആദ്യം ഈ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം, എന്നിട്ട് നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. ചെറിയ സ്കൂളുകളുണ്ട് ശരിയായിട്ട് ശരിയായിട്ട് അപ്പോൾ നമ്മൾ കണ്ടതും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുമൊക്കെ വളരെ ഭീകരതയാണ്. ഇരിട്ടിയിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ജനങ്ങളുടെ ദുരിതമാണ് ഇപ്പോൾ ഏജനറ്റ് പരമ്പര ഇപ്പം ശരിയാക്കി തരാമെന്ന് പരമ്പരയിൽ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹം ഇരിട്ടി സ്വദേശി തന്നെയാണ്. അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കാം, സാർ ഇത് വളരെ ഒരു ദയനീയമായിട്ടൊരു അവസ്ഥയാണ്. കാരണം ഇരിട്ടി ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പകർച്ചവ്യാധികളൊക്കെ പെരുകുന്ന ഒരു സ്ഥലം തന്നെ, മലയോര മേഖലയാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കുടിവെള്ളം, നമ്മുടെ പഴശ്ശി ജലസംഭരണി എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലേക്കുള്ള ഒരു കുടിവെള്ള സ്രോതസ് കൂടിയാണ്. അതിൻ്റെ ഒരു അവസ്ഥയാണ് സാർ ഇപ്പോൾ ഈ കാണുന്നത്. ഇതിനെക്കുറിച്ച് സാറിന് എന്താണ് ജനങ്ങളോട് പറയാനുള്ളത്, അധികൃതരോട് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും ഇത് നമ്മുടെ കണ്ണൂർ പഴശ്ശി ജലസംഭരണി എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലെ ഒരുപാട് പ്രദേശങ്ങളിലെ കുടിവെള്ള സ്രോതസ്സാണ്. ഈ കുടിവെള്ളമാണ് ജില്ലയിൽ ഒരുപാട് ആളുകൾ കുടിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് വളരെ മലിനമായിട്ടാണ് നമുക്കിവിടെ കാണപ്പെടാൻ സാധിക്കുന്നത്. ഇരിട്ടി ടൗണിൻ്റെ സമീപത്ത് തന്നെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ മുനിസിപ്പാലിറ്റിയും ബന്ധപ്പെട്ട അധികൃതരും ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ച് തീർച്ചയായിട്ടും ഈ മാലിന്യം അടിയന്തരമായി നീക്കം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ അധികൃതർ സ്വീകരിക്കണം. ഈ വെള്ളം കുടിച്ചാൽ തീർച്ചയായിട്ടും നമുക്കെല്ലാം അറിയാം, ഇപ്പോൾ ഏറെ പലതരത്തിലുള്ള രോഗങ്ങൾ, സാംക്രമിക രോഗങ്ങളെല്ലാം പിടിപെടുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ ഈ ആധുനിക കാലഘട്ടം. അപ്പോൾ തീർച്ചയായിട്ടും ഈ മലിനമായ ജലം നമുക്ക് ഒരിക്കലും നമ്മുടെ ആരോഗ്യത്തിന് ഏറെ ഹാനികരമാണ്. ഈ കാര്യത്തിൻ്റെ അകത്ത് അടിയന്തര ശ്രദ്ധ നമ്മുടെ അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. ഈ മാലിന്യങ്ങൾ നീക്കാൻ അടിയന്തരമായ നടപടികൾ മുനിസിപ്പാലിറ്റി ആണെങ്കിലും അതുപോലെ തന്നെ ജലസേചന വകുപ്പിൻ്റെ അധികാരികളാണെങ്കിലും മറ്റ് അധികാരികളാണെങ്കിലും അടിയന്തരമായി സ്വീകരിക്കേണ്ടതാണ്. ആളുകൾ ഈ പ്രദേശം ഒന്ന് സന്ദർശിച്ച്, ഉത്തരവാദിത്ത ഉദ്യോഗസ്ഥന്മാർ സന്ദർശിച്ച് ഈ കാര്യത്തിന് അടിയന്തരമായ പരിഹാരം ഉണ്ടാക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ശരിയാക്കി തരാൻ പരമ്പര ഇവിടെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ യാദൃശികമായിട്ടൊരു നാട്ടുകാരൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇരിട്ടിയുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്ന ഒരാളാണ്. ഏട്ടാ, ഈ കാഴ്ച കാണുമ്പോൾ നമ്മുടെ ഈ പുഴയിലെ കാഴ്ച കാണുന്നത് ഇത് ജലസംഭരണിയാണ്. ഇരിട്ടി നമ്മുടെ പഴശ്ശിയുടെ ജലസംഭരണിയാണ്. കണ്ണൂർ ജില്ലയിലേക്ക് 3/4 ജനങ്ങളും ആശ്രയിക്കുന്ന കുടിവെള്ള സ്രോതസ്സാണ്. അതിൻ്റെ ഒരു അവസ്ഥയാണ് ഈ കാണുന്നത്. ഇതിനെക്കുറിച്ച് ചേട്ടൻ ഇപ്പം തോന്നുന്നത് എന്താണ് പറയാനുള്ളത്? മാലിന്യ പ്രശ്നം തന്നെ. ടൗണിലെ മാലിന്യങ്ങൾ മുഴുവൻ ഓവുചാല് മര്യാദയ്ക്കൊരു ഡ്രൈനേജ് ഇട്ട് അടച്ചിട്ടുണ്ടെങ്കിൽ മാലിന്യം ഇങ്ങനെ മഴക്കാലത്തേക്ക് തള്ളി വരില്ല. ഇതിപ്പോൾ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈനേജ് നേരെ ഓപ്പൺ ആക്കുക, ഈ കുടിവെള്ള സ്രോതസ്സിലേക്കാണ് ഇതിനകത്ത് വരുന്നത്. കുടിവെള്ളത്തിനകത്തേക്കാണ് ഡയറക്റ്റ് ഈ ഡ്രൈനേജ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുന്നൊരു മാലിന്യമുണ്ട്. രണ്ടാമത് ഈ കച്ചവട സ്ഥാപനങ്ങളിൽ നിന്നും ബാക്കിയുള്ള വേസ്റ്റുകളും എല്ലാം എന്തെങ്കിലും നിർബാധം ഇതിനകത്തേക്ക് വലിച്ചെങ്കിൽ ചാടുകയല്ല. നമ്മളിപ്പോൾ വഴിയോര കച്ചവടമാണ് ഇവിടെ നടത്തുന്നത്. ഇതിൻ്റെ സൈഡിൽ വഴിയോര കച്ചവടം. ഇപ്പോൾ നമ്മളിവിടെ വന്ന് കുറച്ച് ഇതായതിനോടുകൂടി കുറേ കൂടി ശ്രദ്ധിച്ചിട്ട് അങ്ങനെ മാലിന്യം തള്ളുന്നില്ല ഇപ്പോൾ കൊണ്ടുവന്നിട്ട്. അപ്പോൾ എന്നാലും ഈ മാലിന്യം വെള്ളം കയറുന്നതിനനുസരിച്ചിട്ട് ഈ കരയിലുള്ള മാലിന്യങ്ങൾ മുഴുവൻ വെള്ളത്തിലേക്ക് പിന്നെ ഈ വെള്ളം ഈ കെട്ടിക്കിടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ രാത്രി കാലങ്ങളിലെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളത്തിലേക്ക് കൊണ്ട് അങ്ങ് തള്ളു ചെയ്യുന്നത്. അപ്പോൾ അത് അടിയിലോട്ട് പോകുന്നത് അവിടെ തന്നെ ചീഞ്ഞവിഞ്ഞ് വെള്ളം മലിനാവും. മുകളിൽ പൊങ്ങിക്കിടക്കുന്നത് മാത്രമല്ല നമ്മുടെ ദൃഷ്ടിയിൽ വരുന്നുള്ളൂ. അപ്പോൾ ഈ കാഴ്ച കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രദേശത്ത് നിന്ന് ഒരു ഗ്ലാസ് വെള്ളം മേടിച്ച് കുടിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണല്ലേ? കണ്ണൂർക്ക് നിർബാധം എന്താ പറയേണ്ട ഒരു ആളുകൾ കൊണ്ടൊരു തള്ളല പലജാതി സാധനങ്ങൾ. അപ്പോൾ ഈ ഒരു വെള്ളം കുടിക്കാനൊന്നും പറ്റുമെന്നില്ല. അപ്പോൾ അത് വല്ലാത്തൊരവസ്ഥയിലേക്കാണ് പോകുന്നത്. അതിനെതിരെ മുനിസിപ്പാലിറ്റി ഇപ്പം ഇവിടെ ഈ മാലിന്യം
തള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് നെറ്റ് ഇടുന്നുണ്ട് മുനിസിപ്പാലിറ്റി. നെറ്റ് ഇടുന്നുണ്ട്. അതിനുള്ള കുഴികളാണ് കുഴിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് രസകരമായിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ കുഴികൾ കുഴിക്കുമ്പോൾ ഈ കുഴിക്കുന്നവർ കാണുന്നത് ഓരോ PVC പൈപ്പാണ്. അത് ഈ ഹോട്ടലിനകത്തുള്ള ആളുകൾ പിന്നെ ഇങ്ങോട്ടേക്ക് പുറത്തേക്ക് ഇട്ട് വയ്ക്കുക, ഇങ്ങോട്ട് ഈ നമ്മൾ ജലസംഭരണിയിലേക്ക്. ഇത് കുറെ മുന്നേ ചെയ്ത പണിയാണ്. ഇതിപ്പം മണ്ണിട്ടതിനോട് മണ്ണ് കുറെ പൊങ്ങിയതിനോടുകൂടി ഇത് അടിയിലേക്ക് പോയല്ലോ, അതുകൊണ്ട് ഇത് കാണുന്നില്ല. ഇപ്പം ഇനി അങ്ങനെ ഓരോരുത്തർ ഇതായിട്ട് ഇങ്ങനെ തോണ്ടുമ്പോൾ പുറത്തേക്ക് വരും. അപ്പോൾ ഇതിവരിപ്പോൾ ഈ തൂണ് സ്ഥാപിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു JCBക്കാനോ ഇവിടുന്ന് ഒരു ഡ്രൈനേജ് പോലെ ഒരു സംഭവം ഉണ്ടാക്കി നോക്കി ഒരു PVC പൈപ്പുകൾ എത്ര എണ്ണം പോയിട്ടുണ്ടെന്നുള്ള ഒരു നിരീക്ഷണം അങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ലതായിരിക്കില്ലേ? അത് അല്ല, ഇത് കഴിഞ്ഞ പ്രാവശ്യം മുനിസിപ്പാലിറ്റി അത് പിന്നെ ചെക്ക് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് പിന്നെ ഹോട്ടലിൽ പോയിട്ട് അവർ പിന്നെ സൂപ്പർ വൈറ്റ് പോലത്തെ സാധനം ഇങ്ങനെ വാഷിൽ വെച്ച് അപ്പോൾ അത്തരം മാലിന്യങ്ങൾ ഇങ്ങോട്ട് പോകുന്നുണ്ടോ എന്നല്ലോ എന്നൊരു പരിശോധനയെല്ലാം നടത്തിയിട്ടുണ്ട്. മുനിസിപ്പാലിറ്റി എല്ലാ പ്രാവശ്യം വരുന്നുണ്ട്, അതിൻ്റെ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ വരുന്നുണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, പൊതുജനം ബോധവാനായാലും മാത്രമല്ലേ ഇത് ക്രിയാത്മകമായിട്ട് സക്സസ് ആവുള്ളൂ, അല്ലാതെ കാര്യമില്ലല്ലോ. ഇപ്പം അവർ ഉദ്യോഗസ്ഥന്മാർ വരും, അവരൊരു 5 മണി വരെയല്ലേ അവർ ഡ്യൂട്ടി ഉള്ളൂ. അപ്പോൾ അതൊക്കെ കച്ചവടക്കാർക്കറിയാം. രാത്രി കാലങ്ങളിൽ അവർ ഡ്യൂട്ടി ഇല്ലാത്ത സമയത്ത് ഇത് കൊണ്ടുപോയിട്ട് അങ്ങ് തള്ളി പോകും. അതാണ് ക്യാമറ, ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു ക്യാമറ വന്നതിനോടുകൂടി കുറേ മാലിന്യങ്ങൾക്ക് മാറ്റം വന്നു. മുനിസിപ്പാലിറ്റി അങ്ങേയറ്റം ശ്രദ്ധിക്കുന്നുണ്ട് ഇവിടെ. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തെന്ന് നമ്മളെ പോലുള്ള പൊതുജനങ്ങൾക്ക് ഈ ബോധം ഉണ്ടെങ്കിൽ ഇതൊരു കുടിവെള്ളമാണ്, ഇവിടെ ഈ അക്രമം ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു ബോധം നമ്മളിലുണ്ടെങ്കിൽ മാത്രമേ തീർച്ചയായും ക്ലിയർ ആവുള്ളൂ. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ നഗരസഭയുടെ വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ തൂണിലുള്ള കുഴികളാണ് ഇപ്പോൾ ഇവിടെ കുഴികൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. ഏട്ടാ, ഇതിപ്പോൾ എത്ര ദിവസമായി ഇത് കുഴി എടുക്കാൻ തുടങ്ങിയിട്ട്? കുഴി എടുത്തിട്ട് ഒരു 2-3 ആഴ്ചയായി. പിന്നെ അതിന് എന്തോ എസ്റ്റിമേറ്റ് റിവേഴ്സ് ചെയ്യണമെന്നും പറഞ്ഞിട്ട് നിർത്തി വെച്ച്. എന്നിട്ട് ഇപ്പോൾ എസ്റ്റിമേറ്റ് റിവേഴ്സ് ചെയ്ത് നമ്മൾ ഇന്നലെ മുതൽ പണി തുടങ്ങി അല്ലേ? ഇപ്പോൾ ഏകദേശം എത്ര തൂണുകളുണ്ടാവും? ഇത് 125 തൂണുണ്ടാവും. 125. ഒരു കുഴിയിൽ 2 തൂണാകും. ഒരു കുഴിയിൽ 250 തൂണുകളും ഉണ്ടാവും. അപ്പോൾ എത്ര കുഴികളാണ് ഇവിടെ സ്ഥാപിച്ചത്? ഇതിൻ്റെ കുഴിയാവും. ചിലപ്പോൾ ഇത് എസ്റ്റിമേറ്റ് റിവേഴ്സ് ചെയ്യുമ്പോൾ കുറവുണ്ടെങ്കിൽ പൈസ അല്ലേ എന്തുണ്ടെങ്കിൽ അപ്പോൾ ഇത് കുറക്കും, എന്നിട്ട് അടുത്ത ഫണ്ടിലേക്ക് പോകും, കുറയ്ക്കും അല്ലേ? അപ്പോൾ ഈ വേലി ഇത് സ്ഥാപിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ് ശരിക്കും? ഇത് വേസ്റ്റുകളും മാലിന്യങ്ങളും നിങ്ങൾ പുറമ്പോക്കിലേക്ക് തള്ളാതിരിക്കാൻ ചെയ്യുന്നതാണല്ലേ? അപ്പോൾ നിങ്ങൾ ഈ കുഴിയെടുക്കുമ്പോൾ ഇവിടെ കുഴിയെടുക്കുമ്പോൾ സാധാരണ നമുക്ക് മണ്ണും കല്ലുമാണ് കാണാറ്. പക്ഷേ നിങ്ങൾ എല്ലാ കുഴികളിലും ഓരോ പൈപ്പുകൾ കാണുന്നുണ്ടല്ലോ? പൈപ്പുകൾ കാണുന്നുണ്ട്. അവർ ഓരോരുത്തർ നമ്മൾ ചോദിക്കുമ്പോൾ നമ്മളതല്ല എന്നാണ് പറയുന്നത്. രാവിലെ നമ്മൾ മുതലാളി വന്ന് അവരായിട്ട് ബന്ധപ്പെട്ട് മുതലാളി ബന്ധപ്പെടുമ്പം ചില ആൾക്കാർ വഴി നമ്മൾ മാറ്റാം, ചില ആൾക്കാർ വഴി നമ്മളതല്ല എന്ന് പറഞ്ഞു പോകുന്നു. ഇത് ഹോട്ടലിൽ നിന്ന് വരുന്ന പൈപ്പുകൾ തന്നെയാണ് ഈ അവിടെ വേസ്റ്റ് വെള്ളം എന്ന് നമുക്ക് തോന്നുന്നു. ഹോട്ടലിൽ തന്നെയാണ് സംശയം. ഹോട്ടലിൽ അതുപോലെ തന്നെ സ്ഥാപനങ്ങളിൽ നിന്ന്, കെട്ടിടങ്ങളിൽ നിന്ന് അതിൽ നിന്ന് വരുന്ന വേസ്റ്റ് ഇത് നേരെ പോകുന്നത് നമ്മൾ വെള്ളത്തിലേക്ക്. ഇത് ഒരുപാട് ജനങ്ങൾ, ഇത് പഴശ്ശി ജലസംഭരണിയുടെ ഒരു ഭാഗമല്ലേ? അപ്പോൾ ഇതേപോലെ ഒരുപാട് മാലിന്യങ്ങളുണ്ട്. ഇത് നമ്മൾ ആദ്യം വെള്ളം പൊന്തിയിട്ടില്ല, ഷട്ടർ ഇട്ടിട്ടില്ലേനും. ഷട്ടർ ഇട്ട് വെള്ളം പൊന്തുമ്പോൾ ഇതെല്ലാം ഈ കാഴ്ചകൾ കാണും. ഷട്ടർ പൊങ്ങിയപ്പോഴാണ്, ഇപ്പോൾ വെള്ളം കയറിയപ്പോഴാണ് ഈ മാലിന്യം ഇത്ര ഇവിടെ കൊണ്ടുവന്ന് എറിഞ്ഞിട്ടുള്ളത് മനസ്സിലാകുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ മുനിസിപ്പാലിറ്റി വളരെ ഭംഗിയായി തന്നെ കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ടെങ്കിലും ജനങ്ങൾ ഇവിടെ വലിച്ചെറിയുകയാണ് ഒരുപാട് മാലിന്യങ്ങൾ. അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ കാണുന്നത് ഇപ്പോൾ ഒരു വടിയാണ്. ഈ വടി എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഒരു സ്ഥാപനത്തിൽ നിന്ന് വരുന്ന ഒരു പൈപ്പാണ്. ഇതിപ്പോൾ ഒരു സ്ഥാപനത്തിൽ നിന്ന് വരുന്ന പൈപ്പാണ്. ഈ പൈപ്പിലൂടെ ഇതിപ്പോൾ കല്ല് വെച്ച് ഇവിടെ അടച്ചിട്ടുള്ള ഈ പൈപ്പിൽ ഇപ്പോഴും ഇവിടെ വെള്ളം വന്ന് വീഴുന്ന കാണാം. ഇതിപ്പോൾ ഏതോ സ്ഥാപനമാണെന്നറിയില്ല. അപ്പോൾ ഈ ബിൽഡിങ്ങിലെ ഏതോ ഒരു സ്ഥാപനത്തിൻ്റെ പേര് നമ്മൾ പറയുന്നത് ശരിയല്ല. അപ്പോൾ ബിൽഡിങ്ങിലൊരു സ്ഥാപനത്തിൽ നിന്ന് വരുന്ന ഒരു പൈപ്പാണിത്. ഇതേപോലെ ഈ 125 കുഴികളിൽ നമുക്കൊരു 50 പൈപ്പെങ്കിലും നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയുമെന്നാണ് ഇവിടെ വർക്ക് ചെയ്യുന്നവരിപ്പം തന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അവർ പേരുകൾ എടുത്ത് പറയുന്നില്ല. അപ്പോൾ ഇപ്പം ശരിയാക്കി തരാൻ പരമ്പര ഇത് കാണിക്കുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഇത് ജനങ്ങളുടെ ആവശ്യമാണ്. ഈ ജനങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴശ്ശി ജലസംഭരണി എന്ന് പറയുന്നത് നമ്മളെ കണ്ണൂർ ജില്ലയിൽ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ടൂറിസ്റ്റ് മേഖല അല്ലേ, ഒരു ടൂറിസ്റ്റ് പ്ലേസ് കൂടിയാണ് പഴശ്ശി ജലസംഭരണി എന്ന് പറയുന്നത്. അപ്പോൾ ആ ജലസംഭരണിയിൽ നിന്ന് പോകുന്ന ജലം, വളരെ ശുദ്ധമായി പോകുന്ന ജലം കണ്ണൂർ ജില്ലയിലെ മുക്കാൽ പ്രദേശങ്ങളിലെ ജനങ്ങൾ ഉപയോഗിക്കേണ്ട ഒരു വെള്ളമാണ്. ആ വെള്ളത്തിൻ്റെ ഒരു ഭാഗത്തെ ഒരു അവസ്ഥയാണിത്. ഇത് കാണുന്നവർ ഈ കണ്ണൂർ ജില്ലയിൽ തന്നെ ഈ പഴശ്ശിയുമായി ബന്ധപ്പെട്ട് ഈ വെള്ളം ഉപയോഗിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയിലാണ് ഈ കാണുന്നത്. ഞാൻ പറയുന്നത് ശരിയല്ല, പക്ഷേ എന്നാലും ഇത് ജനങ്ങളെ ഇരിട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇരിട്ടിയുടെ നഗര സൗന്ദര്യവൽക്കരണം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ഇരിട്ടിയിൽ ഇപ്പോൾ ഈ മാലിന്യ കൂമ്പാരം ഇരിട്ടിക്കൊരു ശാപമാണ് എന്നാണ് ഇവിടുത്തെ നാട്ടുകാർ നമ്മോട് പറയുന്നത്.
അപ്പോൾ നമ്മോടൊപ്പം ഇപ്പോൾ ചേരുന്നത് ഇവിടെ ഇരിട്ടി ടൗണിൽ തന്നെ ലോട്ടറി വെക്കുന്ന ഒരു ചേട്ടനാണ്. ചേട്ടനോട് അഭിപ്രായം ചോദിക്കാം. ചേട്ടൻ ഇപ്പോൾ ഇതിൻ്റെ പരിസരത്തുണ്ട്. ഏട്ടാ, ഈ ഒരു കാഴ്ച കാണുമ്പോൾ ഈ ഇരിട്ടിയുടെ മാലിന്യ കൂമ്പാരമായി നമ്മുടെ ഇരിട്ടി പുഴ മാറിയിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് ചേട്ടൻ എന്താണ് പറയാനുള്ളത്? ഇത് കാണുമ്പോൾ വല്ലാത്തൊരു വിഷമമുണ്ട്. കാരണം വെച്ചാൽ ഈ കണ്ണൂർ ജില്ലയിൽ മൊത്തം ഈ പഴശ്ശി പ്രോജക്റ്റ് നിന്ന് കുടിക്കുന്നത്, ഞാനടക്കം കുടിക്കുന്നത് ഈ ഹോട്ടലെല്ലാം ഇത് കുടിക്കുന്ന വെള്ളം ഇതാണ്. ഇത് കാണുമ്പോൾ വലിയ വിഷമം തോന്നുന്നുണ്ട്. അധികൃതരാണ് ഇത് ചെയ്യേണ്ടത്. പക്ഷേ ആരും നോക്കും, വരും, പോവും, ചെയ്യാമെന്ന് പറയല്ലാണ്ട് ഇത് കാണുമ്പം തന്നെ അറപ്പ് വരുന്നു. കാണും ഇത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അവർ ചെയ്യട്ടെ എന്നുള്ള പ്രാർത്ഥിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഒരു പ്രാർത്ഥനയാണ് ഇപ്പോൾ ഏട്ടൻ നമുക്ക് നൽകിയിരിക്കുന്നത്. കാരണം നഗരസഭ ഇവിടെ മാലിന്യം വലിച്ചെറിയാതിരിക്കാനുള്ള വേലികൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി കാണാം. അതേപോലെ തന്നെ എൻ്റെ പിറകിൽ കാണാം, ഇതപ്പോൾ ഫുട്പാത്താണ്. ലോറികൾ, അതേപോലെ തന്നെ പിക്കപ്പ് വാഹനങ്ങൾ, ലോറികൾ, ഫുട്പാത്തിലെ ഒരുപാട് കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഇരിട്ടി പുഴയിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ പഴശ്ശി ജലസംഭരണിയിലേക്ക് പോകുന്ന വെള്ളമാണിത്. ഈ ജലസംഭരണി എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലെ 3/4 ഭാഗം ജനവിഭാഗങ്ങൾ കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്ന ഒരു പുഴ കൂടിയാണ് പഴശ്ശി ജലസംഭരണി എന്ന് പറയുന്നത്. അപ്പോൾ ഇരിട്ടിയിൽ നിന്നുള്ള മാലിന്യം പേറിയിട്ടാണ് നമ്മുടെ ഈ ജലസംഭരണി ഇപ്പോൾ കണ്ണൂർ ജില്ലയിലേക്കുള്ള വെള്ളം കുടിവെള്ളമായി ഉപയോഗിക്കുന്നത്. അത് അധികൃതരിലേക്ക്, ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ശരിയാക്കി തരാൻ പരമ്പര ഈ എപ്പിസോഡ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന കാഴ്ച കണ്ടോ? ഇതിപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ വെള്ളം ഇവിടെ പൊന്തിയപ്പോൾ ഈ മാലിന്യങ്ങൾ ഇങ്ങോട്ട് പൊന്തി വന്നു എന്നാണ് നമ്മൾക്ക് ചോദിക്കുമ്പോൾ പറയാൻ വേണ്ടി കഴിയുക. പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമീപത്തെ കെട്ടിടങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങൾ, വെള്ളം പൈപ്പ് വഴി ഈ ഇങ്ങോട്ടേക്ക് ഇട്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അത് കാണാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നഗരസഭയുടെ പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വേലി നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായിട്ട്, തൂണുകൾ സ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കുഴികൾ എടുക്കുമ്പോഴാണ് ഈ കുഴികളിൽ നിന്ന് പൈപ്പുകൾ, ഇവിടുത്തെ സമീപത്തെ കെട്ടിടങ്ങളിൽ നിന്നുള്ള പൈപ്പുകൾ മലിനജലം ഈ പുഴയിലേക്ക് ഒഴുക്കാൻ വേണ്ടിയിട്ടുള്ള പൈപ്പുകൾ, അത് വർഷങ്ങൾക്ക് മുമ്പേ സ്ഥാപിച്ചതായിരിക്കാം. പക്ഷേ ഈ പൈപ്പ് പൊട്ടിച്ച് നോക്കിയാൽ കാണാം ഇപ്പോഴും ആ മലിനമായിട്ടുള്ള ജലം നമ്മുടെ ഈ പഴശ്ശി ജലസംഭരണിയിലേക്കുള്ള ഈ പുഴയിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാം. അതേപോലെ തന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇവിടെയുള്ളത്. അതേപോലെ തന്നെ ഈ കുട്ടികൾ ഉപയോഗിക്കുന്ന ഈ പാമ്പേഴ്സ് പോലത്തെയുള്ള, അതേപോലെ തന്നെ കൂടിൽ കെട്ടിയിട്ടുള്ള സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഏറ്റവും കൂടുതൽ മാലിന്യങ്ങളാണ് ഈ പുഴയിലേക്ക് ഇപ്പോൾ എറിഞ്ഞതായിട്ട് ഇപ്പോൾ കാണപ്പെടുന്നുള്ളത്. ഇത് ഇന്നിതിൽ പോകുന്നവർ ഈ വാർത്ത കാണുന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾ ഇത് വന്ന് കാണണം. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടിവെള്ളം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ജീവന് പ്രാധാന്യമുള്ള ഒരു സംഭവമാണ്. അപ്പോൾ കുടിവെള്ളം ഏറ്റവും മലിനമാകാതെ ശുദ്ധമായിട്ട് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ. അപ്പോൾ ഈ മലയാളികൾ നമ്മൾ ഈ ഒരു ടൗണിൻ്റെ ഹൃദയഭാഗത്ത് തന്നെ ഇത്രയും മാലിന്യം ജലസംഭരണിയിലേക്ക് കൂടിക്കിടക്കുന്നത് ഇത്രയും കാലമായിട്ട് ഇവിടെയുള്ള അധികൃതർ ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ പല വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത് പകർച്ചവ്യാധികൾ നമ്മുടെ നാട്ടിൽ കൂടി വരുന്ന കാലഘട്ടങ്ങളാണ്, മലയോര മേഖലയാണ്. അപ്പോൾ ഇതേപോലെയുള്ള മാലിന്യ കൂമ്പാരങ്ങൾ ഇത്രയും ഈ ടൗണിൻ്റെ ഹൃദയഭാഗത്ത് കൂടിക്കിടക്കുന്നത് പകർച്ചവ്യാധികളും കൂടാൻ വേണ്ടി കൂടി വരും. അപ്പോൾ ഇനിയിപ്പോൾ മഴക്കാലം ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അടുത്ത മഴക്കാലത്തിന് മുമ്പായിട്ട് ഇവിടെയുള്ള ഈ മാലിന്യങ്ങൾ എടുത്ത് മാറ്റിയില്ലെങ്കിൽ അത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഇരിട്ടിയെ ആശ്രയിച്ച് കഴിയുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, മലയോര മേഖലയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇത് കാണുന്ന അധികൃതർ എത്രയും പെട്ടെന്ന് ഈ മാലിന്യങ്ങൾ എടുത്തു മാറ്റിക്കൊണ്ട് ഇവിടെയുള്ള ജനങ്ങൾക്ക് ശുദ്ധമായിട്ടുള്ള വെള്ളം കുടിക്കാൻ വേണ്ടി സാധിക്കും. കണ്ണൂർ പഴശ്ശി ജലസംഭരണിയെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ ജില്ലയെ ഈ ആശ്രയിച്ച് കഴിയുന്ന ഈ കുടുംബങ്ങൾക്ക്, ഈ കുടിവെള്ള സ്രോതസ്സായി പഴശ്ശി ജലസംഭരണി ആശ്രയിച്ച് കഴിയുന്ന ജനങ്ങൾക്കും വളരെ ഭംഗിയായി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി, ഇത് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ പറയാൻ ഒരുപാട് നാട്ടുകാർ ഇവിടെ നമ്മോടൊപ്പം ഉണ്ട്. പക്ഷേ ഇപ്പോൾ ശരിയാക്കി തരാൻ പരമ്പരയിൽ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ ഒരു വിഷയം അധികൃതരിലേക്കും ജനങ്ങളിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഏജന്റ് ന്യൂസ് ഇപ്പോൾ ശരിയാക്കി തരാൻ പരമ്പര 33ാമത്തെ എപ്പിസോഡിൽ ഈ പരമ്പര ചെയ്തത്. അപ്പോൾ ഇത് ഇപ്പം ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് പോയാൽ പോരാ, ശരിയാക്കും എന്നുള്ള പ്രതീക്ഷയിൽ ക്യാമറമാൻ ഷിജോ അബ്രഹാമിനൊപ്പം ശ്രീവേഷ്കർ, ഏജന്റ് ന്യൂസ്.